നിനക്കറിയാലോ, കുട്ടിക്കാലം മുതലേ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലേറ്റി വെച്ചവനാണ് ഞാൻ. കുടുംബനാഥനായി പേരിന് അച്ഛനുണ്ടായിരുന്നെന്ന് മാത്രം. ക്ഷേത്രത്തിന്റെയും ഭഗവതിയുടെയൊക്കെ കാര്യങ്ങളല്ലാതെ അച്ഛന്റെ മനസ്സിൽ മറ്റൊന്നുമില്ലായിരുന്നു, അന്നും ഇന്നും. അതിനിടയിൽ കുടുംബം എങ്ങനെ കഴിയുന്നു, മക്കൾ എങ്ങനെ ജീവിക്കുന്നു, ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. ഏത് ദുർഘടഘട്ടത്തിൽ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ കടമ്പ എങ്ങനെ കിടക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഭൈരവ. എന്നെ വിശ്വസിക്കുന്ന ഒരു കുടുംബം മുഴുവൻ തെരുവിലിറങ്ങേണ്ടി വന്ന. വിഷ്ണു, അത്ര കടന്നൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. എന്ത് കാര്യത്തിൽ നിന്നോടൊപ്പം നിന്നിട്ടുള്ളവനാ ഞാൻ. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ജപ്തി ഒഴിവാക്കാനായില്ലെങ്കിലും അത് നീട്ടിക്കിട്ടാനൊരു ശ്രമം നടത്തിക്കൂടെ? എങ്ങനെ? നമുക്ക് ആ ഡെപ്യൂട്ടി തഹസിൽദാരെ പോയി ഒന്ന് കാണാം. ഇത്തിരി മനുഷ്യത്വമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ കാര്യം നടന്നേക്കും. ഇത് കൂടി അങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. മിലിറ്ററിയാ, സാറിന് വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ച് മേടിപ്പിച്ചതാ. മിലിറ്ററി തന്നെ. എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്. ഇത്രയും മഹാമനത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതിലാർക്കാടാ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഓർഡർ ഇട്ട് നോട്ടീസ് പതിപ്പിച്ച് ജപ്തി നടപടി നീട്ടിത്തരിക എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യാണോടാ? അതെ, സാറിത ഇത്ര ഉള്ളെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള സാറിന്റെ ഇത്രയും വലിയൊരു മനസ്സുണ്ട്. അതാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചത്. സമ്മതിച്ചോ? ആര്? സാറ് സമ്മതിക്കും. എടോ, മുഖാചക്രത്തിന്റെ കള്ളും 2 കോഴിക്കാലും വാങ്ങിച്ചു തന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ദിവാകര കൈമളെ ചുരുട്ടി വടക്കി കയ്യിലെടുക്കാമെന്ന് ആരാടോ തന്നോട് പറഞ്ഞത്? ഒഴിക്കണോ? അയ്യോ, സാറെ ചതിക്കരുത്. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമില്ല. അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാമണ്ണം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തിയും ഞാൻ ചെയ്യും. അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വേറെ എന്താ ചെയ്യേണ്ടത്? മധ്യ തിരുവിതാംകൂറുകാരൻ കൈമൾക്ക് മദ്യം ഒരു ലഹരിയാണോ? മദിരാക്ഷി ഒരു ഹരമാണോ? കൊണ്ടുപോകണോ മദിരാക്ഷിയെ? മധുര മീനാക്ഷി അതൊരു ദൈവമല്ലേ? മീനാക്ഷി അല്ല, മദിരാക്ഷി. പെണ്ണ് പെണ്ണ് പെണ്ണോ? നീ വന്നേ. നീ ടെൻഷൻ അടിക്കണ്ട. കണ്ടെടുത്തോളം അത് പരമത്തറയാ. ഏതെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ മൊത്തം കുളമാവും. നീ എന്തൊക്കെയാ പറയുന്നത്? എടാ, അങ്ങനെ ഒരു അർത്ഥത്തിന് കൊടുക്കണ്ട. പോടാ, എനിക്കുണ്ട് അമ്മയും പെങ്ങന്മാരും. പൊന്നുമടത്തിലെ വിഷ്ണു നാരായണൻ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടും ഇതിലും വേഗം തൂങ്ങിച്ചാവുന്നതാ. എന്നാ പോയി തൂങ്ങിച്ചാകും. ഇവൻ ആരടാ? കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴാണ്. എടാ വിഷ്ണു, പഠിക്കൊണ്ട് കൊട കൊടുക്കരുത്. ഇപ്പൊ തന്നെ അയാൾ 4 കാലിലാണ്. നീ ഒന്നുകൂടി ചെന്നൊന്ന് മൂപ്പിക്ക്. അതിനുള്ളിൽ ഞാൻ എവിടെന്നെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ചോണ്ട് വരാം. ഭൈരവ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകെ നിന്ന് വിളിക്കല്ലേ. വരൂ മധുരം ഹലോ, എത്തിയോ? വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഇതിനിവിടെ നിർത്തിയിട്ട് അവനത് എവിടെ പോയി? ഭൈരവാ, ഭൈരവാ, ഞാൻ ഇവിടെ ഉണ്ടേ. നമസ്കാരം. അയ്യേ, നീ എന്താ ഈ കോലത്തില്? വേറെ നിവൃത്തിയില്ലായിരുന്നു വിഷ്ണു. ഈ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. ഒരു മരുന്നിന് പോലും ഒന്നിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് എങ്ങനെ ഇതെങ്ങനെ ശരിയാവും? അതൊന്നും നീ അറിയണ്ട. അയാളിപ്പ എങ്ങനെ? അയാള് ഫ്ലാറ്റാ. ഫ്ലാറ്റ് ആണല്ലോ. എങ്കിൽ ധാരാളം. വിഷ്ണു, നീയും അയാളും. അയ്യേ, അതാവില്ല. എന്നാലും എങ്ങനെയത്? ഈശ്വര, തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, പൊട്ടിട്ടുവല്ലോ. പോലീസ്, പോലീസ്, ഓടിക്കോ.
ഇവിടെ മൊത്തം ഇത് തന്നെ. ഇവിടെ നിൽക്കുകയാണോ? ഇങ്ങോട്ട് വാ എന്റെ മുത്ത്. അയ്യോ. ഇപ്പൊ ഇറങ്ങിയ പീസ് അങ്ങോട്ട് പോയി. താടിയുള്ള പെണ്ണോ? ഞാൻ പെണ്ണല്ല ആണാ. ഇയാള് വത്താക്ഷേപം നടത്തുന്നോ? എന്നാ ഇയാള് പീഡിപ്പിക്കുന്നേ? അയ്യോ, അയ്യോ. ഹേയ്, ഹേയ്, ആ, പറ്റിച്ചേ. അയ്യോ സാറേ, ഞാൻ ഡെപ്യൂട്ടി വയസ്സാം കാലത്ത് അവന്റെ ഒക്കെ ഒരു സുഖിക്കല്. ഈ പരമേശ്വരന്റെ അടുത്താ കളി. പിടിക്കൂ. അറസ്റ്റ് ചെയ്യും. ചാടിക്കോ. തൊന്തരവ് 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 അയ്യോ എന്തൊരു തൊന്തരവ് ഇതെന്തൊരു തൊന്തരവ്. പൊന്നുംമടത്തിലേക്ക് താക്കോല് കൊണ്ടുപോകുന്ന അവസാന ദിവസമായിന്ന്. ഇനി അമ്പലം നാട്ടുകാരുടെ സ്വന്തമാകാൻ പോവുകയല്ലേ. അപ്പൊ പിന്നെ താക്കോൽ ഇരിക്കേണ്ടതോ അമ്പലത്തിൽ തന്നെ. അടുത്ത നട തുറക്കുന്ന ദിവസം കൃത്യമായി പറഞ്ഞാൽ കുംഭമാസം 3-ാം തീയതി 3:30 താക്കോൽ ഇവിടെ എത്തിയിരിക്കണം. പണ്ടൊക്കെ ക്ഷേത്രം നിങ്ങളുടെ മാത്രമായിരുന്നപ്പോ ആചാരായിട്ട് നിങ്ങളത് ചെയ്തു. ഇപ്പൊ കമ്മിറ്റിക്കാരുടെ ഉറപ്പിന് ഇതിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. കഴിഞ്ഞ കാലമൊന്നുമല്ല. അമ്പലം ചെറുതാണെങ്കിലും ലക്ഷക്കണക്കിന് സ്വത്തുള്ള ദേവിയാ. ആ സ്വത്തിലെങ്ങാനും ഒരു കണ്ണു തോന്നിയാലോ? പണിക്കരെ, ദേവിയുടെ സ്വത്ത് കൊണ്ട് അസ്ഥി കഴിക്കേണ്ട ഗതികേടൊന്നും ഇപ്പോഴും പൊന്നുമടത്തുകാർക്കില്ല. ഈ കണ്ട നാളത്രയും വിളക്ക് വെച്ച് സേവിച്ച തലമുറയേക്കാൾ ദേവിയെ വിറ്റ് കാശുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയ നിങ്ങളുടെയൊക്കെ വിളക്കും പൂജയുമാണ് ദേവിക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു ചടങ്ങ് ഈ മുറ്റത്തുണ്ടാവോ തിരുമേനി? എല്ലാം അവസാനിക്കല്ലേ. എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റെടുക്കേണ്ടത് ഇവനാ. അതിനുള്ള മഹാഭാഗ്യം ഭഗവതി എന്റെ കുട്ടിക്ക് കൊടുക്കുവോ? ദേവിയെ വിറ്റ് പണം ഉണ്ടാക്കാനുള്ള ആർത്തിയാ ആ പണിക്കർക്കും കൂട്ടർക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ പിന്നെ ഞാനിവിടെ ശാന്തിക്ക് ഉണ്ടാവില്ല എന്ന് അങ്ങോട്ട് കൂട്ടിക്കോളൂ. വിഷ്ണു ദക്ഷിണ കൊടുക്കുക. മുഴുവനായിട്ട് കൊടുത്തോളൂ. സാർ പ്ലീസ്, എന്റെ പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഇപ്പോഴേ ജപ്തി നടന്നാൽ അത് മുടങ്ങിപ്പോവും. മുടങ്ങട്ടടോ. സാർ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഇതുപോലെ വന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചു. ജപ്തി ഒന്ന് നീട്ടി തരണമെങ്കിൽ പിന്നെ ഇതൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടാ പിന്നെ ആരാവശ്യപ്പെട്ടു? സാർ സാർ വഴി വിട്ട് ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ആളല്ലായിരുന്നു കൈമള്. ഇന്ന് വരെ സർവീസ് ബുക്കിൽ ഒരു ബ്ലാക്ക് മാർക്കും വരപ്പിക്കാത്ത അയാളെ കോടതി കയറ്റിയ തന്റെ ജപ്തി നടക്കൂല എന്ന് വിചാരിച്ചോ? സാർ അത്ര വലിയ വിവരക്കേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. തനിക്കൊക്കെ വിവരം കൂടുതലാ. കാര്യം നടക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ വരെ കൂട്ടി കൊടുക്കുന്ന കൂട്ടങ്ങളാ. സാർ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. താനൊന്ന് ഇറങ്ങി പോടോ. അങ്ങനെ ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്നില്ല. സാറിനെ പോലെ വിവരവും വിദ്യാഭ്യാസം എനിക്കുണ്ട്. ഇതേപോലെ ഒരു കസേരയെ കയറിയിരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. പക്ഷേ ഏതാ ഈ വര നേരെ അല്ലാണ്ടായി പോയി. കൈമൾ സാറിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ സാർ പറഞ്ഞില്ലേ, ശരിയാണ്. അങ്ങയുടെ സർവീസ് ബുക്കിൽ ബ്ലാക്ക് മാർക്ക് ഒന്നുമില്ല. പക്ഷെ അങ്ങയുടെ മനസ്സിനകത്ത് ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടവനാ. ഒരു കുടുംബം രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചില നെറുകെട്ട പരിപാടിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. നിർത്തണോ തന്റെ പ്രസംഗം? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. 5-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിയമപരമായ ജപ്തി നടപടികൾ നടന്നിരിക്കും.